ഇങ്ങനെയുണ്ട് തേയിലത്തോട്ടം. എല്ലാ തേയിലത്തോട്ടവും നമ്മളെ ടാറ്റ കമ്പനിയുടേതാണ്. നമ്മളിന്ന് രാവിലെ മൂന്നാറിലാണ്. കൈ കൊണ്ട് തുടച്ചാണ്. ഇത് ഇപ്പുറത്തെ നല്ല തണുപ്പുണ്ട്. നമ്മൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കുറച്ച് സ്ഥലം കൂടെ കാണാണ്ട് വരുന്ന വഴി കണ്ട് ഇങ്ങനെ വരികയാണ്. എൻ്റെ മോളിച്ച് ഉറക്കം എണിച്ച് ഗുഡ് മോർണിംഗ് വാസുകി, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് വാസുകി. വാ ചെടുക്കാം. എവിടെ എണിച്ച് പോണ്? വാ 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 ചിന്ന മോള് ഓടിവാ, ചിന്ന മോള് ഓടിവാ. ഇങ്ങനെയുണ്ട് തണുപ്പൊക്കെ ഉണ്ടാ ഈ പാവക്കുട്ടി? വാസുകിയേ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ രാവിലെ ഇന്ന് മൂന്നാറിൽ റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ നമ്മൾ ട്രിപ്പ് എന്ന് പറയുന്നത് ടീ മ്യൂസിയമാണ്. അപ്പോൾ ടീ മ്യൂസിയത്തിലേക്ക് ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 9:30 മണിയായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്നലെ രാത്രി. അല്ലേ വാസുകി? ആ സൂര്യനെ കുറിച്ച് വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് അല്ലേ? നല്ല തണുപ്പുണ്ട്. അനൂപിന് തണുപ്പൊന്നും ഏൽക്കുന്നില്ല. അനൂപിന് തണുപ്പ് ഏൽക്കുന്നില്ല. ഓൾഡ് മങ്കടത്ത് 2 അടിച്ചപ്പോൾ സെറ്റായി. തണുപ്പൊന്നും ഒന്നുമില്ല. അനൂപ് മാത്രമേ അടിച്ചുള്ളൂ, ഞാൻ കഴിച്ചിട്ടില്ല. ഇങ്ങനെ അടിച്ച് പിറ്റായി വാളും വെച്ച് ചുമ്മാ കളതരാ. മേക്കേഴ്സ് ഓഫ് റെപ്ലിറ്റി ടീ മ്യൂസിയം നമുക്ക് എന്താണെന്ന് നോക്കാം. അകത്തുള്ളത് പണ്ട് കാലങ്ങളിൽ സമയം കണ്ടെത്തിയിരുന്നത് ഇങ്ങനെയാണ്. കണ്ടതാ ഇപ്പം 10:40 ആയിട്ടുണ്ട്. ഇവിടെ നിഴൽ കണ്ട 10:40 വന്ന് നിൽക്കുകയാണ്. ആ നിഴൽ മാറുന്നതനുസരിച്ച് സമയം നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. എന്താ സൺ ഡയൽ 1913 കണ്ടുപിടിച്ച സംഭവമാണ്. ഇതാരാണെന്ന് അറിയില്ല. ബ്രിട്ടീഷുകാർ ഇയാളാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചാൽ അറിയത്തില്ല. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. മാൻകൊമ്പ ഒറിജില്ല. എത്ര വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. ബസ് കൂടെ പഴയ ട്രെയിനിൻ്റെ വീലായിരിക്കുന്നത്. കൽക്കരി എഞ്ചിൻ. മാനിൻ്റെയും പോത്തിൻ്റെയും കൊമ്പുകളാണ് കണ്ട. അര തലയോട്ടി കണ്ട. മ്യൂസിയം ട്രെയിൻ ഒറിജിനലാണോ സംഭവം? തന്നെ ഒറിജിനൽ. മരിച്ചതിനെ ഇതാക്കി വെച്ചേക്കാൻ അവർ. വീട് വയ്ക്കാനൊക്കെ ഉപയോഗിച്ചാണ്ട്. ത്രാസ് ടൈപ്പ് സീല്. വാ ടെലിഫോൺ, റേഡിയോ. പണ്ടത്തെ ബ്ലോവർ വയ്ക്കാൻ ഇരുമ്പ് ബ്ലോവർ. ടെലിഫോൺ എക്സ്ചേഞ്ച്, പഴയ ടെലിഫോൺ എക്സ്ചേഞ്ചാണ്. ഈ ബ്രിട്ടീഷുകാരെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതായത് നമ്മൾ ടീ ഫാക്ടറി കാണാൻ പോവുകയാണ്. നമ്മൾ മൈലാഞ്ചിൻ്റെ മണമല്ലേ അത് കയറി ഇവിടെ വരും. ഇതാണ് അങ്ങോട്ട് പോകണ്ട. അവിടെ വേസ്റ്റ് വീടാണ്. വേസ്റ്റ് ഇവിടെ വരും. ഇവിടെ വന്ന് പാക്കിങ് നമ്മൾ ചെയ്യാം. ഇതേ തേയിലമാണല്ലേ? ഇത് വേറെ ചേർക്കുമായിരിക്കുമായിരുന്നു. ഒരു മണമല്ല, ഒന്നുമില്ല. ഈ സാൻഡിലല്ല തേയിലയുടെ സ്മെല്ലാ. എത്ര അത്? 80 രൂപ. ജ്യോതി വേണോ തേയില? തേയില സോറി ചന്ദനത്തി. തേയിലയുടെ സ്മെല്ലാ. തേയില ചായ കുടിക്കാറില്ല വീട്ടിലെ. ചോക്ലേറ്റ് വേണോ? എവ്വളോ വില? ഇപ്പം നമ്മൾ തേയില ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങ് മലയുടെ മേളിൽ നോക്കി. നല്ല ഹൈറ്റിലുണ്ട്. അവിടെ തേയിലൊക്കെ വെച്ചിട്ടുണ്ട്. ചർച്ച്. കുരുമുളക് പറിക്കണം. ഇവിടെ സ്ഥലം. വീടൊക്കെ അടുത്താ? വീടവിടെ ജോലിക്കൊന്നല്ലേ? ജോലി തന്നെയാണ്. ടാറ്റയുടെ ആണ്. ഈ എസ്റ്റേറ്റ് മൊത്തം അവരാണ്. എത്ര രൂപ ശമ്പളം ഉണ്ട്? 4000 ഡെയിലി ശമ്പളം. ഡെയിലി കിട്ടും. മാസം തരും. മാസം. കുരുമുളക് പറിക്കണം, തേയില പറിക്കണം, എല്ലാം ഉണ്ട്. എല്ലാം ചെയ്യണം.
അതേ കാണുന്നതേ അതാ ഒന്നാമത്തെ നമ്പർ പാറ. അവിടെ മഴക്കാലം ആകുമ്പോൾ നിറയെ വെള്ളമുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കയറൂലേ? ഇവിടെയൊക്കെ വരും. നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ. അത് ശരി. ടാറ്റ അല്ല മൊത്തം 36 എസ്റ്റേറ്റ്. വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലല്ലേ സൈഡിലൊരു വീട്, അവർക്ക് കച്ചവടം ഉണ്ടേ. ഇതാണ് വ്യൂ പോയിന്റ്. വെള്ളം ഇല്ല, ഇപ്പം വരണ്ട് കിടക്കേ. എനിക്ക് ആൾക്കാരാ, ഇവിടുത്തെ ആളുകളാ, കൊച്ചുമക്കളാ. അത് ശരി. വെള്ളം ഇതിൻ്റെ മേളിൽ കൂടെ വരുമല്ലോ മഴ സമയത്ത്, നിറയെ വരും. അപ്പോൾ ആറ് ഇടയിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി ഡാമിലെത്തിയതിപ്പോൾ നല്ല തിരക്കുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഡാം നമുക്ക് കാണും. അതിന് പിന്നെ നമുക്ക് ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ ഒന്ന് കണ്ടു കളയാം അല്ലേ? അതെ, ഹായ്. എന്തൊരു മുയലാ? മുയലിൻ്റെ ചെവിയാ? ഹായ് മുയൽക്കുട്ടി. വേണ്ട, വേണം, വേണ്ട, ഇങ്ങനെയാണോ? ആ അത് മതി. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? വാസുവിക്ക് ഓരോന്ന് എടുത്തു തരാം മേടിക്കാൻ. ഞാൻ മേടിക്കുന്നു, അത് തിരിച്ചിടുന്നു. അമ്മിൽ വന്ന് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു നമ്മൾ. ഓതി പറയത്താണ് മാട്ടുപ്പെട്ടി ഡാം കാണാൻ വന്ന്. വിഷമം എന്ത്? എന്തിനാണോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്തിനു വേണം നിനക്ക്? എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട. എന്നിട്ട് കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വന്ന സമയം ശരിയല്ല. മതി, വന്ന സമയം ശരിയല്ല. വെള്ളമില്ല, ഡാമിൽ വെള്ളമില്ല, എങ്ങും വെള്ളമില്ല. ഇവിടെ പാർക്കുണ്ട്, പാർക്ക്. അത് ശരി, ചാട്ടർ തുറക്കുമല്ലേ താഴെ? താഴെ റോഡുണ്ട് കേട്ടോ, അത് വഴിയുണ്ടേ. ഇവിടെ ഫോൺ റേഞ്ച് ഇല്ലേ? വാ പറ. എരവികുളം നാഷണൽ പാർക്കിൽ എത്തിയപ്പം ദാ ഇവിടെ ഇങ്ങനെ മുഞ്ചി തെറ്റിയിരിക്കുകയാണ്. അങ്ങനെ തന്നെ പറയണ ജ്യോതി? മുഞ്ചി തെറ്റിയിരിക്കുകയാണ്. മൊത്തത്തിൽ പോയി ജ്യോതി തെറി വിളിക്കുന്നത് ഉള്ളതില്ല. എല്ലായിടവും അടച്ചിട്ടേക്കണം. എങ്ങും ആരെയും കയറ്റുന്നില്ല. പിന്നെ കുറച്ച് തേയില തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇവിടെ വന്ന് വേണ്ട പല ആടുകൾ പ്രസവിക്കുന്ന സമയം മലയാണ്. മലയും കുന്നൊക്കെ കാണാം. പിന്നെ കുറച്ച് തണുപ്പുണ്ട്. 2 ദിവസം തണുത്ത് കിടന്നുറങ്ങി നേരെ വീട്ടിൽ പോകാം. നമുക്ക് ആരെയും കയറ്റുന്നില്ല. എരവികുളം നാഷണൽ പാർക്കിൽ ഓടി വന്നപ്പോൾ അവിടെ ആരെയും കയറ്റുന്നില്ല. ഇനി നേരെ മൂന്നാറിൽ പോയി മൂന്നാർ സിറ്റിയിൽ പോയിട്ട് കാപ്പ് കുടിക്കുക, കണ്ണടച്ചിരുന്ന് ഉറങ്ങുക, എല്ലാവരും നേരെ വീട്ടിൽ പോകും. അതല്ല പരിപാടി. ഇനി എങ്ങനെ ഇറങ്ങുന്നില്ല. പുഴകളൊക്കെ വറ്റി വരണ്ട് കിടക്കുന്നു. ഈ സീസണല്ലോ, നല്ല ഉണക്കായി. വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ വന്ന സമയം വളരെ ശരിയല്ല, വളരെ മോശം സമയമാണ്. കാഴ്ചകളൊന്നും കാണാനില്ല. നമുക്ക് കുറച്ച് തണുപ്പ് മാത്രം കിട്ടിയിട്ടുണ്ട്. ആ തെന്നടിച്ച് വീട് അവിടെ. കുളിക്കണം, കിടിക്കിട്ടാ വിറയ്ക്കും. കാട്ടുപോത്തൊക്കെ ഇറങ്ങിയ സ്ഥലമാണെന്ന് കേട്ടോ. കേട്ടോ, എൻ്റെ കാൽപ്പാടുണ്ടോ ഇഷ്ടമില്ല.
നല്ല കാട്പാടുകൾ. ഇങ്ങോട്ടോ കാച്ചന 2 കഴിയുമ്പേ ഇവിടെ വേനൽക്കാലം ആയതുകൊണ്ട് തണുപ്പ് എപ്പോഴും ഉണ്ട്. വേനൽക്കാലത്ത് തണുപ്പ് കുറവാണെന്നേ ഉള്ളൂ. മഴക്കാലത്ത് നല്ല തണുപ്പായിരിക്കും. കോടമഞ്ഞുണ്ടാവും, വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലായിരിക്കും. എന്നാ ആര് പൊളി? തറ തിരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. കൈ കൂടി മരത്തിലൊക്കെ വേറെ കൊല്ലം കാണും. മൊത്തം കിട്ടോളൂ. കൈ ഇടാൻ നിൽക്കണ്ടല്ലോ, പണി കിട്ടും. കാണട്ട് കൊള്ളാരൊക്കെ എവിടെ അനക്കാതെ മതിയെന്ന് തോന്നുന്നു അതിനൊക്കെ. വേറെ കുഞ്ഞു കണ്ട, കുഞ്ഞു കുഴം കണ്ട. പ്ലാസ്റ്റിക് ആ മഞ്ചി ഇങ്ങതാ എന്റെ കൊച്ചിന്നിട്ട് ഞാനൊന്ന് കൊടുക്കട്ടെ. കണ്ടപ്പോ ഓടുന്നുണ്ടാ? അങ്ങോട്ട് പോയിട്ട് കൊടുക്കാൻ